നമ്മളുടെ പരിപാടി സമാരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സ്നേഹസ്വരൂപമേ കൃഷ്ണനിൽ നബിയിൽ ക്രിസ്തുവിലൊക്കെയുള്ള മഹത്വമായി കത്തിനിന്ന മഹാപ്രപഞ്ച രഹസ്യമേ കരുണാനിധി നിത്യ നിർമ്മല ഭാവമേ നിറവുറ്റ സ്നേഹസ്വരൂപമേ അല്പവും ും ജഗദീശ്വര നിത്യ നിർമ്മല ഭാവമേ നിറവുറ്റ സ്നേഹസ്വരൂപമേ. Morning everyone and welcome to our school food fest. I am excited to be your anchor for today's event. We have gathered here to celebrate the diversity of food cultures and to enjoy some delicious treats prepared by our very own students. It's always great to see the passion and the creativity of our young effort to make this event a success. As we all know, food brings people together and help us to connect and share our experiences. So, let us take this opportunity to meet new people, try some flavors and have a great time. Throughout the day, we will have a variety of food stalls serving up mouth-watering dishes from different regions of the world. From traditional Indian biryani to Mexican food, we will also have some fun activities and games to keep you entertained while enjoying the food. Before we get started, I would like to take a moment to thank all the teachers, volunteers, parents and dear students who work tirelessly to make this event a reality. Without their support, this event would not have been possible. So sit back, relax and get ready to indulge in some amazing food and festivities. Let's make this a memorable day for all of us. Thank you all. ഏറ്റവും ആദരണീയനായ നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് രമേശൻ സാറ്, നമ്മുടെ ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സാറ്, മദർ PTA, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജിഷ ടീച്ചർ, മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, നമ്മളിന്ന് ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഒരു കൺസ്യൂമർ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൺവീനറായിട്ടുള്ളത് വിജയകുമാർ ടീച്ചറാണ്. അതിൻ്റെ കീഴിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ സംരംഭകത്വ ശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ച് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 8ാം ക്ലാസ് മുതൽ, ഇപ്പോൾ ആരംഭത്തിൽ 8ാം ക്ലാസ് മുതൽ നൽകിയാൽ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം അവന് പഠനത്തിൽ പിന്നോക്കമാണെങ്കിൽ പോലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവനെ സാധിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളിൽ അവർക്ക് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക, നല്ലൊരു പൗരനായി മാറുക എന്നാണ്. അപ്പം നമ്മുടെ സ്കൂളിൽ ഇന്ന് ഈ ക്ലബിൻ്റെ ഉദ്ഘാടനം ഇതിലൂടെ നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് നമുക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ സ്കൂളിലെ വന്ദന ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊത്ത് എന്ത് കാര്യം സാറിനോട് ആവശ്യപ്പെട്ടാലും നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചോദിക്കുകയും അദ്ദേഹം അതുപോലെ നമുക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്യുകയും നമ്മുടെ കുട്ടികളെ ഹരിതസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറച്ചുകൂടി മെച്ചമാർന്ന രീതിയിൽ നല്ലൊരു വിദ്യാലയമാക്കുന്നതിന് വേണ്ടി സപ്പോർട്ടായി നിൽക്കുന്ന
സാറിനെ നമ്മുടെ സ്കൂളിലെ എല്ലാവരുടെയും പേരിൽ ഏറെ ആദരവോടുകൂടി ഈ ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന വിപിൻ രാജിനെയും ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ മദർ പി ടി ആണ് മഞ്ജു. മദർ പി ടിയെ എപ്പോഴും നമ്മുടെ ഒപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദർ പി ടിയെ മഞ്ജുവിനെയും ഏറെ ആദരവോടുകൂടി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ വരാൻ സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ സീനിയർ ജിഷ ടീച്ചറിനെയും അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ നമ്മുടെ UPയുടെ കൺവീനറാകുന്ന നമ്മുടെ പ്രവീൺ സാറിനെയും മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും രക്ഷകർത്താക്കളെയും ഈ കുട്ടികളെ ഇത്രയും മനോഹരമായി വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ തൊട്ട് എല്ലാ കാര്യങ്ങളിലും കുറേ ദിവസങ്ങളായി കാണും ഇതിനുവേണ്ടി നല്ലൊരു പ്രിപ്പറേഷൻ അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരെ ഇതിനുവേണ്ടി തയ്യാറാക്കിയ രക്ഷകർത്താക്കളെയും എല്ലാവരെയും ആർക്കെങ്കിലും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നോളൂ. ഇതിപ്പോൾ രക്ഷകർത്താക്കളുടെ സഹായത്തോടു കൂടി തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും അതിലൂടെ അത് വിൽപ്പന നടത്തിക്കൊണ്ട് അതിലൊരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രദമായ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ വിവിധ തരങ്ങളിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് ലാൽ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി ആദ്യം. കാരണം എനിക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിലാണ് നമ്മുടെ ഈ ഫുഡിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായത്. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. അന്ന് പഠിക്കുമ്പോൾ സത്യത്തിൽ ഇത്രയും ഇംഗ്ലീഷൊക്കെ പറയുവാനുള്ള കഴിവ് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ എന്നെ പോലെയുള്ള കൊച്ചുകുട്ടികൾക്ക് അന്ന് കഴിയുമായിരുന്നില്ല. ആ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിലൂടെ അവർ ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ വിവരണം നടത്തിയത് ഇംഗ്ലീഷിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ലൂതറൻ സ്കൂളിലാണോ ഇരിക്കുന്നത് അതോ ബിലീവേഴ്സ് ചർച്ചിലോ മാതാ സ്കൂളിലോ ആണോ ഇരിക്കുന്നത് എന്നെനിക്കൊരു സംശയം തോന്നി. കാരണം അത്രയ്ക്ക് നമ്മുടെ സ്കൂളിൻ്റെ ആ വിദ്യാഭ്യാസ രീതി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായി ഈ സമയം നിങ്ങളെ അഭിനന്ദിക്കാനും ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലുണ്ടായിട്ടുള്ള ഒരു വളർച്ചയുടെ പടിപടിയായുള്ള മുമ്പോട്ട് പോക്കിൻ്റെ ആദ്യ ഒരു മാറ്റം അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഫുഡ് ഫെസ്റ്റ് എന്നത് വിദ്യാർത്ഥികൾക്ക് സംരംഭകരായി തീരുവാനുള്ള ആദ്യ പടി ആ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ബിന്ദു ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് കത്തിയത്. ഞാൻ ആദ്യം കണ്ടിരുന്നത് അങ്ങനെയല്ല. ഞാൻ കണ്ടത് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ അല്ലേ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? എന്താ ജീവിതശൈലി രോഗങ്ങൾ? നമ്മൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, നമ്മൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കും. രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകുന്നേരം കഴിക്കും, വേണമെങ്കിൽ രാത്രിയും നമ്മൾ കഴിക്കും അല്ലേ. ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഭക്ഷണത്തിലൂടെയുള്ള അസുഖങ്ങൾ അല്ലേ, ശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും അതിൻ്റെ ഒരു ശൈലിയെക്കുറിച്ചും നിങ്ങളിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങളിൽ കൊച്ചിലെ തന്നെ ആ ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ വിശ്വസിച്ചതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിലൊരു സംരംഭകനാകാൻ നാളെ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് വശങ്ങളാണെന്ന് മാത്രം അല്ലേ. ഒന്ന്, നമ്മൾ എങ്ങനെ ഒരു ആരോഗ്യവാനായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായ രണ്ട് ഘടകങ്ങളാണ്. നന്നായിട്ട് എല്ലാവരും ആസ്വദിക്കുക, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക.
കൂടെയുള്ള കുട്ടികൾക്കും നമ്മുടെ സഹപാഠികൾക്ക് ഷെയർ ചെയ്യുക, അല്ലേ? പരസ്പരം ഷെയർ ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ, എല്ലാവരും കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങൾ മേടിച്ച് കഴിച്ച് എന്ന് അടിച്ചു പൊളിക്കുക. ഇത് മാത്രമാണ് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും. ഇതിൻ്റെ നേതൃത്വം വഹിച്ച പ്രൊവിൻസ് അടക്കമുള്ള മുഴുവൻ അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കുട്ടികളിൽ വ്യവസായശീലം വളർത്തുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മികച്ച ഒരു സംരംഭകരായി നിങ്ങളെ വളർത്തുക. അതായത് പഠിച്ച് നിങ്ങൾ വലുതാകുമ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ വരുമാനം സമ്പാദിക്കുക. അങ്ങനെ ഒരു സംരംഭകരായി നിങ്ങളെ വളർത്തുക എന്നാണ് ഉദ്ദേശം. നിങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി, അതിലേറെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളുടെ വിഭവങ്ങളൊക്കെ കാണാനുള്ള ഒരു ഉത്സാഹത്തിലാണ്. അധികം ഞാൻ വാക്കുകൾ പറഞ്ഞ് നീട്ടുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ ഈ മേളയ്ക്ക് വേണ്ടുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ പ്രവീൺ സാറിനെ ക്ഷണിക്കുന്നു. എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലായിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ രമേശൻ സാർ, അതുപോലെ മുഖ്യാതിഥിയായിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സാർ, ബിന്ദു ടീച്ചർ, ജിഷ ടീച്ചർ, മറ്റേ PTA പ്രമുഖരെ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ. നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്ന ആശയം കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നടത്തിയാൽ മതി എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്ന പേരൻസിൻ്റെ ഇടയിൽ നിന്നും മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം കുട്ടികൾക്ക് അത് കൊടുത്ത ഒരു സന്തോഷം, അത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സന്തോഷമാണ് കുട്ടികൾക്ക് അത് നൽകിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ വർഷവും ഈ ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ടീച്ചർ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഇവിടം വരെ എത്താൻ ഞങ്ങൾ അത്രയ്ക്ക് ഒരു ടീമായിട്ട് തന്നെ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ സന്തോഷം തന്നെയാണ്. അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ വെറുതെ പഠിച്ച് പുറത്തിറങ്ങുന്നവരായിട്ട് മാത്രമല്ല, അവർക്ക് സമൂഹത്തെക്കുറിച്ച് അറിയുവാനും സമൂഹവുമായിട്ട് ഇടപെടുവാനുമുള്ള ഒരു അവസരം ഈ സംരംഭകത്വത്തിലൂടെ ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ PV രമേശൻ അവർക്കാണ്. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ മനോഹരമായിട്ട് ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് നല്ല നിർദ്ദേശങ്ങളും പഴയ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ മുഖ്യാതിഥിയായി കടന്നു വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് ലാൽ സാറിനാണ്. സാറിനും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും പ്രത്യേകിച്ച് AUP സെക്ഷൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ HM ബിന്ദു ടീച്ചറിനാണ്. സ്വാഗതം ആശംസിക്കുകയും ഈ സ്കൂളിൽ ഏതൊരു കാര്യത്തിനും വേണ്ട എല്ലാവിധ പിന്തുണയും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ പലവിധമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിന് വേണ്ട പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ബിന്ദു ടീച്ചറിന് ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ആശംസകൾ അർപ്പിച്ച മാന്യ വ്യക്തികൾക്കാണ്. സീനിയർ അസിസ്റ്റന്റ് ജിഷ ടീച്ചറിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നലെ രാത്രിയാണ് ടീച്ചറിന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തന്നെ. ടീച്ചർ സന്തോഷപൂർവ്വം വരികയും നല്ലൊരു ആശംസ അറിയിക്കുകയും ചെയ്ത ടീച്ചറിനും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഫുഡ് ഫെസ്റ്റിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ PTA അംഗങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിട്ടുള്ള ബിപിൻ രാജ് സാർ, മനോജ് സാർ, മഞ്ജു ചേച്ചി, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ ഈ ഫുഡ് ഫെസ്റ്റ് വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും, കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തം പാരൻസിൻ്റെ ഒരു പങ്കാളിത്തം വലുതാണ്, അവർക്കും ഞങ്ങളുടേതായിട്ടുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഉദ്ഘാടന സമ്മേളനം സമാപിച്ചിരിക്കുന്നു.